നമസ്കാരം. ഇതൊരു അനാലിസിസ് വീഡിയോ അല്ല. ഒരിക്കലും ഇതിനെ ഒരു അനാലിസിസ് വീഡിയോ എന്നുള്ള രീതിയിൽ പരിഗണിക്കരുത്. എൻ്റേതായിട്ടുള്ള ഒരു വ്യൂ പോയിന്റുകളും ഈ ഒരു ടോപ്പിക്കിൽ ഇവിടെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു അവയർനെസ് വീഡിയോ ആണ്. നിയമത്തിൽ എഴുതി വെച്ചിട്ടുള്ള വസ്തുതകളും നിയമം എങ്ങനെയാണ് ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ചില ഏരിയകളിൽ ചില ആളുകൾക്ക് വലിയ ഡൗട്ടുണ്ട്. എപ്പോഴും കമൻറ്റ് ബോക്സിൽ അത് കാണാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ചിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ക്ലാരിറ്റിയോടെ പറയാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ജസ്റ്റിസ് ഫോർ മിഥു മോഹൻ എന്ന ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മിഥു മോഹൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഞാനും ഒരു വീഡിയോയിൽ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രണയം ബ്രേക്കപ്പിലേക്ക് എത്തിയ ഒരു സിറ്റുവേഷനിൽ 5 വർഷത്തെ ഒരു പ്രണയമാണ്. ബ്രേക്കപ്പിലേക്ക് എത്തിയ ഒരു സിറ്റുവേഷനിൽ അത് താങ്ങാൻ പറ്റാതെ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ഇനീഷ്യലി നമുക്ക് മനസ്സിലായ ഒരു കാര്യം. വളരെയധികം യാചിച്ച് ആ ഒരു പ്രണയത്തിൽ തുടരണം എന്നുള്ളൊരു ആവശ്യമൊക്കെ അദ്ദേഹത്തിൻ്റെ കാമുകിയോട് ഉന്നയിക്കുന്ന ചില വീഡിയോ ക്ലിപ്പിങ്ങുകൾ, ഓഡിയോ ക്ലിപ്പിങ്സൊക്കെ കേൾക്കാനായിട്ട് പറ്റി. എന്തൊക്കെ പറഞ്ഞാലും പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനാണ് മിഥു മോഹൻ. നമ്മളെയൊക്കെ പോലെ തന്നെയുള്ള ഒരു വ്യക്തിയാണ്. റിലേഷൻഷിപ്പൊക്കെ ബ്രേക്കപ്പ് ആയ സമയത്ത് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റിയില്ല. പല ആളുകളും പറയും അങ്ങനെ ആലോചിച്ചുകൂടെ ഇങ്ങനെ ആലോചിച്ചുകൂടെ. നമുക്കറിയില്ല, ഓരോ മനുഷ്യൻ്റെ മാനസിക വിചാരങ്ങളെ കുറിച്ചിട്ട് നമുക്കറിയില്ല. മിഥു മോഹൻ്റെ ആത്മഹത്യക്ക് കാരണക്കാരി അദ്ദേഹത്തിൻ്റെ കാമുകിയാണ്. കാമുകിയെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് സുഹൃത്തുക്കൾ ഉന്നയിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ അതൊരു ജാഥയായിട്ട് വഴിയിലേക്ക് ഇറങ്ങുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. ഒത്തിരിയധികം സുഹൃത്തുക്കളുണ്ട്. എല്ലാവർക്കും വലിയ വിഷമമാണ്. അത്രയധികം എടുക്കാനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. 23 വയസ്സേ ഉള്ളൂ. കോളേജിൽ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രയധികം ആത്മാർത്ഥമായിട്ട് ആ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതൊക്കെ ചില സംഭവങ്ങളിൽ നിന്നിട്ടൊക്കെ അവരുടെ സുഹൃത്തുക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി ഇമോഷൻസ് മാറ്റിവെച്ച് പ്രതിഷേധിക്കുന്ന ആളുകളിലേക്ക് ഇറങ്ങി നിന്ന് അവരുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു കാര്യത്തെ നോക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളാണ്, അവർക്കാണ് ഈ ഒരു പ്രണയം നേരിട്ട് അറിയാവുന്നത്. നമ്മൾക്കാർക്കും ഈ ഒരു പ്രണയത്തിൻ്റെ ഇരുവശങ്ങളും അറിയില്ല. നമുക്ക് നേരിട്ട് പരിചയമില്ല. ഒരു ആത്മഹത്യ കാണുന്നു, സ്വാഭാവികമായിട്ടും മരണപ്പെട്ട ആളോട് ഒരു സിമ്പതി നമുക്ക് തോന്നുന്നു. മരണത്തിന് കാരണമായിട്ടുള്ള ഒരാളോട് ദേഷ്യം തോന്നുന്നു. ഇവർക്ക് ഇരുവശങ്ങളും അറിയാം. അവർ ഒരു ചൂഷണം അവിടെ ആരോപിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ചൂഷണം, ചില കാര്യങ്ങൾ വീട്ടിലേക്ക് ചെയ്യിപ്പിച്ച് ഉള്ള ചില ചൂഷണം, അങ്ങനെ ഒരു ചൂഷണം അവിടെ ആരോപിക്കുന്നുണ്ട്. ആ ഒരു ചൂഷണം അവിടെ ആരോപിക്കുന്ന സമയത്തും അവരിൽ ചില ആളുകൾ പറയുന്ന സമയത്ത് അതൊരു ഗിഫ്റ്റാണ് എന്നുള്ള രീതിയിലേക്ക് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സാമ്പത്തിക ചൂഷണം ഒരിക്കലും ആരോപിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതുപോലുള്ളൊരു കേസിൽ നിങ്ങൾ പ്രതിഷേധിക്കുന്ന സമയത്ത് പ്രതിഷേധിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആ ഒരു പെൺകുട്ടിയുടെ ചൂഷണം നേരിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പല ഇൻഫർമേഷനും പുറത്തേക്ക് വിടാതിരിക്കുക. പ്രതിഷേധിക്കുന്ന ആളുകൾ മിഥു മോഹന് നീതി ലഭിക്കണമെന്ന് ജെനുവിനായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആദ്യഘട്ടം മുതൽ തന്നെ ഈ പുറത്തേക്ക് വിടുന്ന ഓഡിയോ ക്ലിപ്പുകൾ കംപ്ലീറ്റ്ലി ഈ നീതി ലഭിക്കുന്ന കാര്യത്തിന് എതിരായിട്ടുള്ള സംഗതിയാണ്. ഇനി രണ്ടാമത്തെ ഒരു സംഗതി, ഡയറക്റ്റായിട്ട് ഇതുപോലെ ഒരു കേസ് പോലീസ് എടുത്തു, കോടതിയിൽ കൊണ്ടുപോയി ഫയൽ ചെയ്തു. അവിടെ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ഡയറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് പങ്കാളികളിൽ ആരെങ്കിലും ഒരാൾ, അത് ആണോ പെണ്ണോ, ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഒരാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ എന്ന് പറയുന്ന ഒരു വകുപ്പ് നിൽക്കില്ല. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ളത് ചണ്ഡീഗഡ് കോടതിയുടെ ഒരു വിധിയാണ്. അപ്പോൾ ആ ഒരു കേസിൽ കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആത്മഹത്യ നടക്കുന്ന സമയത്ത്, ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് അത് ആത്മഹത്യാ പ്രേരണയുടെ ഒരു വകുപ്പിൽ വരില്ല. ഗേൾ ഫ്രണ്ട് കനോട്ട് ബി ബുക്ക്ഡ് ഇഫ് മാൻ ഡൈസ് ബൈ സൂയിസൈഡ് ഡ്യൂ ടു ലവ് ഫെയിലിയർ. ചണ്ഡീഗഡ് ഹൈക്കോർട്ട്. ഇഫ് എ ലവർ കമ്മിറ്റ് സൂയിസൈഡ് ഡ്യൂ ടു ഫെയിലിയർ ഓഫ് ലവ്, കാമുകനോ കാമുകിയോ ലവ് ഫെയിലിയർ കൊണ്ട് ആത്മഹത്യ ചെയ്യുകയാണ്. സ്റ്റുഡൻറ്റ് കിൽസ് ഹിംസെൽഫ് ഫോർ പുവർ പെർഫോമൻസ്. ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ പഠനത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ദ വുമൻ ഓർ ടീച്ചർ റെസ്പെക്റ്റീവ്ലി കനോട്ട് ബി ബുക്ക്ഡ് ഫോർ അബറ്റിംഗ് സൂയിസൈഡ്. ജസ്റ്റിസ് പാർത്ത് പ്രദീം സാഹു ഹെൽഡ്. എന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്യുന്ന എല്ലാ കേസുകളിലും ആത്മഹത്യാ പ്രേരണ അവിടെ ആരാണോ കാരണക്കാരാണ് എന്ന് നമ്മൾ ഇമോഷണലി ചിന്തിക്കുന്ന അവർക്ക് നേരെ ആരോപിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഡയറക്റ്റ് ആരോപിച്ചൊരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നിൽക്കില്ല. അപ്പോൾ ഈ ഒരു കേസിൻ്റെ വിധി വരുന്നത്, ഇതിനകത്ത് ആൺപെൺ വേർതിരിവൊന്നുമില്ല കേട്ടോ, അതൊക്കെ ചുമ്മാ അറിവില്ലായ്മയിൽ നിന്ന് ആളുകൾ പടച്ചുവിടുന്നതാണ്. ഇതുപോലൊരു വിധി വരുന്ന സമയത്ത്, ഇപ്പോൾ ചണ്ഡീഗഡ് കോടതി പറഞ്ഞതുപോലുള്ളൊരു വിധി വരുന്ന സമയത്ത് മുൻപ് നടന്ന ഒരു കേസിൻ്റെ വിധിയൊക്കെ അവർ പരാമർശിക്കാറുണ്ട്. അതിങ്ങനെയാണ്: ജിയോ വർഗീസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ 2021. ഇഫ് എ ലവർ കമ്മിറ്റ്സ് സൂയിസൈഡ് ഡ്യൂ ടു ലവ് ഫെയിലിയർ, ഇഫ് എ സ്റ്റുഡൻറ്റ് കമ്മിറ്റ്സ് സൂയിസൈഡ് ബിക്കോസ് ഓഫ് ഹിസ് പുവർ പെർഫോമൻസ് ഇൻ ദ എക്സാമിനേഷൻ, എ ക്ലയൻറ്റ് കമ്മിറ്റ്സ് സൂയിസൈഡ് ബിക്കോസ് ഹിസ് കേസ് ഈസ് ഡിസ്മിസ്ഡ്, if the lady examiner lawyer respectively cannot be held to have abetted the commission of suicide.
For the wrong decision taken by a man of weak or frail mentality, another person cannot be blamed as having abetted his committing suicide. ഒരു മനുഷ്യൻ അദ്ദേഹം തകർന്നിരിക്കുന്ന, മാനസികമായിട്ട് തകർന്നിരിക്കുന്ന, ദുർബലമായിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ എടുക്കുന്ന സൂയിസൈഡ് പോലുള്ള ഒരു ഡിസിഷൻ ഒരിക്കലും മറ്റൊരാളുടെ പ്രേരണയിൽ നിന്ന് ആണ് എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ജിയോ വർഗീസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്നുള്ള കേസിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിനെ കുറിച്ചിട്ട് ഞാൻ വായിച്ചപ്പോൾ ജിയോ വർഗീസ് ഒരു സ്കൂളിലെ അധ്യാപകനായിരുന്നു, PT അധ്യാപകനായിരുന്നു. അപ്പോൾ അധ്യാപകൻ ഒരു കുട്ടിയോട് മോശമായിട്ട് പെരുമാറി, ആ ഒരു കുട്ടി ആ ഒരു പ്രഷറിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പെട്ടെന്നുള്ളൊരു വായനയിൽ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ ഒരു കേസിലെ വിധിയാണ് കോടതി മറ്റേ കേസിലും എടുത്ത് പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കുറേയധികം കേസുകൾ ഉള്ളതുകൊണ്ട് ഇങ്ങനൊരു കേസ് വീണ്ടും ഒരു കോടതിയിലേക്ക് പോകുമ്പോൾ എതിർഭാഗം വക്കീൽ, ഇപ്പോൾ പ്രതിഷേധിക്കുന്ന ആളുകളുടെ എതിർഭാഗം വക്കീൽ നേരെ ഈ ഒരു കേസ് എടുത്ത് റെഫർ ചെയ്തിട്ട് സിമ്പിളായിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യും. പിന്നെ അതിൽ നിലനിൽക്കാനായിട്ടുള്ള വേറെ സംഗതികളൊന്നുമില്ല. പിന്നീടുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് പൈസ വാങ്ങിച്ചു, നിർബന്ധിച്ച് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഐഫോൺ വാങ്ങിപ്പിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകിയിട്ട് കുറച്ച് പണം സംഘടിപ്പിച്ചു, അല്ലെങ്കിൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കുറേ പണം വാങ്ങിച്ചു, രേഖാമൂലം പണം കൊടുത്തിട്ടുണ്ട്, കടം എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഒരു കേസ് എന്നുള്ള രീതിയിൽ പരിഗണിക്കാം. ഇവിടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളടക്കമുള്ള ആളുകൾ വീണ്ടും വീണ്ടും പറയുന്നത് ഐഫോൺ വാങ്ങിക്കൊടുത്തു, ഗിഫ്റ്റ് ബർത്ത്ഡേക്ക് കൊടുത്തു എന്നീ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഗിഫ്റ്റ് ബർത്ത്ഡേക്ക് കൊടുത്തു, ഐഫോൺ വാങ്ങിക്കൊടുത്തു എന്ന് ഉള്ളതുകൊണ്ട് ഒരു റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തി നിൽക്കണമെന്ന് കോടതിക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊരു ചൂഷണമായിട്ടും കോടതിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സുഹൃത്തുക്കൾക്ക് നമുക്ക് അതൊരു ചൂഷണമായിട്ട് ഫീൽ ചെയ്യും, പക്ഷേ കോടതിയിൽ അത് നിലനിൽക്കില്ല. ഇവിടെ ജെൻഡറില്ല കേട്ടോ, ഇവിടെ ആൺപെൺ വേർതിരിവൊന്നുമില്ല. ഇത് എല്ലാവർക്കും കോമൺ ആയിട്ട് അങ്ങനെയാണ്. കാരണം ഇപ്പോൾ ഈ ഒരു കേസിൽ മിഥു മോഹൻ്റെ ആ ഒരു കേസിൽ ഇപ്പോൾ ആ പെൺകുട്ടിയുടെ പേരെന്നാ പേര്, ഇപ്പം ചിഞ്ചു എന്നായിക്കോട്ടെ, ആ പെൺകുട്ടിയുടെ പേര് ചിഞ്ചു എന്നായിക്കോട്ടെ, ചിഞ്ചു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ചിഞ്ചു റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്കപ്പായി, മറ്റൊരാളുമായിട്ട് ഇഷ്ടമായിരുന്നു, കാമുകൻ അത് അറിഞ്ഞില്ല, അപ്പോൾ കാമുകൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ചിഞ്ചുവിനെ ശിക്ഷിക്കുകയാണ്, കോടതി ശിക്ഷിക്കുകയാണ്. ചിഞ്ചു ഐഫോൺ വാങ്ങിച്ചു, ചിഞ്ചു പൈസ വാങ്ങിച്ചു, ചിഞ്ചു പറ്റിച്ചു, ചിഞ്ചു അങ്ങനെ പറ്റിച്ചതുകൊണ്ടാണ് ഇയാൾ ആത്മഹത്യ ചെയ്തത്, ചിഞ്ചു ശിക്ഷയ്ക്ക് അർഹയാണ് എന്ന് പറഞ്ഞ് കോടതി വിധി പ്രസ്താവിച്ചു എന്ന് വിചാരിക്കാം. അപ്പം ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടെന്ന് വിചാരിക്കാം, നടക്കത്തില്ല, അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട്. നാളെ നിങ്ങൾ ആൺകുട്ടികൾ, നിങ്ങൾക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ്, വിവാഹം കഴിക്കാമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പിന്നീട് റിലേഷൻഷിപ്പില്ല, ആ ഒരു പെൺകുട്ടി തീരെ നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റാത്തൊരു വ്യക്തിയാണ്, നിങ്ങൾ അവളെ ബ്രേക്കപ്പ് ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ആത്മാർത്ഥ പ്രണയമൊക്കെ എന്തും ആയിക്കോട്ടെ, പക്ഷേ കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ മാത്രമല്ലേ നമുക്കൊരാളെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്ത് ആ പെൺകുട്ടി പറയുകയാണ് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ്, നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. ആ പെൺകുട്ടി സൂയിസൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കെതിരെ കേസ് കൊടുത്ത സമയത്ത് കോടതിയിൽ നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി എതിർഭാഗം വക്കീലെടുത്ത് പറയുന്നത് എന്തായിരിക്കും? നേരത്തെ ചിഞ്ചു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിനകത്ത് ഇങ്ങനെ ശിക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ശിക്ഷിക്കും. നിയമം എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള വാളാണ്, വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ നിയമം കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു പോകുന്നത് ആണോ പെണ്ണോ, പുറത്തു പോകുന്ന സമയത്ത് മറ്റൊരാൾ മെൻ്റലി അൺസ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ, അയാൾ വേറെ എന്തെങ്കിലുമൊക്കെ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന ആത്മഹത്യ നിങ്ങളുടെ തലയിൽ ഇരിക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഈ ഒരു കേസിൽ സുഹൃത്തുക്കൾ പറയുന്നു ക്ലിയർ ആയിട്ട് ചൂഷണം ഞങ്ങൾ അറിഞ്ഞാണ്, അവനെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടുണ്ട്, ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് അവർക്ക് നേരിട്ട് അറിയാവുന്നുണ്ടെങ്കിലേ കേസിന് പോകാൻ പറ്റത്തുള്ളൂ. മറ്റേ ഈ ലവ് ഫെയിലിയർ, ബ്രേക്കപ്പായി, മറ്റൊരാളുമായിട്ട് റിലേഷൻഷിപ്പിലായി, അതുകൊണ്ട് സൂയിസൈഡ് ചെയ്ത ഒന്നിൻ്റെ ബാധ്യത ആ ഒരു പെൺകുട്ടിയിലേക്ക് നിൽക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് പോലീസ് കേസ് എടുക്കാനായിട്ട് മടിക്കുന്നത്. പോലീസ് 10 ദിവസത്തിനുള്ളിൽ കേസ് എടുക്കാമെന്നൊക്കെ ഉള്ളതാണ് വട്ടിയൂർക്കാവ് മറ്റേ പുരുഷാവകാശ കമ്മീഷൻ മറ്റേ മച്ചാന് ഉറപ്പ് കൊടുത്തത്. അപ്പോൾ ഈ പോലീസ് 10 ദിവസം കൊണ്ട് എന്താണ് അന്വേഷിക്കുന്നത്? ഇവിടെ ക്ലിയർ ആയിട്ട് ആ ഒരു പെൺകുട്ടി അയാളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടോ, അയാളെ ത്രെട്ട് ചെയ്തിട്ടുണ്ടോ, അയാൾ ആത്മഹത്യ പ്രേരണ ഇങ്ങനെ കൊടുത്തെടുത്ത് മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആക്കിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതേപോലെ പൈസ പറ്റിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ വാങ്ങിയിട്ടുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെയാണ് അന്വേഷിക്കുക. ഇനി ആ ഒരു ഓഡിയോ ക്ലിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അൺഎത്തിക്കലാണ്, എന്നാലും പറയുകയാണ്, നിങ്ങൾക്ക് ഒരാളെ കേസിൽ പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് തന്നെ പാരയാവുന്ന ഓഡിയോ ക്ലിപ്പിങ്ങുകൾ പുറത്തേക്ക് വിടരുത്. അപ്പോൾ ഈ ഒരു ഓഡിയോ ക്ലിപ്പിങ്ങിൽ ക്ലിയർ ആയിട്ട് ഒരാൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു സംഗതിയുണ്ട്. ആരെയും വിളിക്കുന്നതിന്റെ ശല്യപ്പെടുത്താനൊന്നും അല്ലേ, എനിക്ക് കണ്ടാ മതി എന്നുള്ള ആഗ്രഹം കൊണ്ട്, സംസാരിച്ചാൽ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എനിക്ക് പേടിയാണ്, മനസ്സൊക്കെ പതറിപ്പോണേ, പറ്റൂല ഏട്ടാ, മക്കളെ ഒട്ടും പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ നിനക്ക് മര്യാദയ്ക്ക് മെസ്സേജ് അയച്ചു,
എനിക്കത് പറ്റില്ല, എനിക്ക് പഴയതുപോലെ വേണം, മറ്റേ തേങ്ങയാണെന്നൊക്കെ പറയുന്നു. ഞാൻ മര്യാദയ്ക്ക് മെസ്സേജ് അയച്ചു, ഞാൻ മര്യാദയ്ക്ക് ഇതിൻ്റെ കോൾ സംസാരിക്കുന്നുണ്ട്. ഇതുപോലുള്ള ഓഡിയോ ക്ലിപ്പിങ്ങുകളാണ് പല മാധ്യമ പ്രവർത്തകരും ബാക്കിയുള്ള ആളുകളും ഇവിടെ നീതി ലഭിക്കണമെന്നുള്ള ആവശ്യത്തോടെ ഷെയർ ചെയ്യുന്നത്. ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നീതി ലഭിക്കില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന നീതി ലഭിക്കില്ല. ഇവിടെ സുഹൃത്തുക്കൾ ആരോപിക്കുന്ന തരത്തിലേക്ക്, ബന്ധുക്കൾ ആരോപിക്കുന്ന തരത്തിലേക്ക്, വീട്ടുകാർ ആരോപിക്കുന്ന തരത്തിലേക്ക് പെൺകുട്ടി ഗോസ്റ്റ് ചെയ്തതായിട്ടോ അബ്സ്കോണ്ടിങ് ആയതിനെ കുറിച്ചിട്ടോ ഒന്നും പറയുന്നില്ല. ആ ഒരു പെൺകുട്ടി പറയുന്നത്, ഞാൻ ശ്രമിച്ചു, ഞാൻ അങ്ങനെ മെസ്സേജ് അയക്കാൻ ശ്രമിച്ചു, പക്ഷെ നിനക്ക് അങ്ങനെയല്ല, പഴയ രീതിയിൽ തന്നെ വേണം. അതിനോടൊപ്പം ഇതു ആദ്യം തന്നെ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ശല്യപ്പെടുത്താനല്ല വിളിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ അങ്ങടേക്ക് വിളിക്കാനായിട്ടുണ്ടായിരുന്ന ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് ഈ ഒരു ഓഡിയോ ക്ലിപ്പിൽ നിന്ന് വ്യക്തമാണ്. എന്ന് പറഞ്ഞാൽ ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ് അവിടെ നടന്നിട്ടുണ്ട്. എനിക്കൊന്നും പറ്റില്ല, നീ എപ്പോൾ വിളിച്ചാലും എന്നെ എന്താ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ കരഞ്ഞിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല, അതാ സംഭവം. നീ കരഞ്ഞാലും കരഞ്ഞോട്ടെ, ഞാൻ നിന്നെ 5 വർഷം എനിക്ക് പറ്റുന്നില്ല. 5 വർഷം എന്ന് പറയുന്നില്ല, 3 വർഷം. 2 വർഷം എനിക്കും ഇഷ്ടമായിരുന്നു. 3 വർഷം ഞാൻ എൻ്റെ മാക്സിമം നോക്കി, എനിക്ക് പറ്റുന്നില്ല. 3 വർഷം ഞാൻ ട്രൈ ചെയ്തു, എനിക്ക് പറ്റില്ല. ഇനി 3 വർഷം നീ ഒന്ന് ട്രൈ ചെയ്യും, നിനക്ക് പറ്റുന്നുണ്ടോ എന്ന്. 3 വർഷം ട്രൈ ചെയ്തു, എനിക്ക് പറ്റില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചെറുപ്പക്കാരൻ്റെ വേറെ ഒരു ഓഡിയോ ക്ലിപ്പിൽ ഇതിൽ തന്നെയാണെന്ന് തോന്നുന്നു, എനിക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. അയാളത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം മെൻ്റലി ആകെ ഡിസ്റ്റർബ്ഡ് ആണ്, അദ്ദേഹം ആകെ ഡൗൺ ആണ്, വീക്കാണ്. ആ ഒരു സിറ്റുവേഷൻ അവിടെ വ്യക്തമാണ്. അപ്പോൾ ഇവിടെ നിയമത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പോഴത്തേന് അത് നമുക്കെല്ലാവർക്കും ഗുണകരമായിട്ടുള്ള ഒരു നിയമമാണ്. ഇതുപോലുള്ള ചൂഷണം ചെയ്യുന്ന ആളുകൾ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു ന്യൂനതയാണെന്നുണ്ടെങ്കിലും 8ൻ്റെ പണി കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള നിയമ സംവിധാനമാണിത്. ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പോയിന്റ് വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. 3 വർഷം ഞാൻ ട്രൈ ചെയ്തു, 3 വർഷം ട്രൈ ചെയ്തു എന്നുള്ളത് ക്ലിയർ ആയിട്ട് അവിടെ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം 3 വർഷം ട്രൈ ചെയ്തു ഒരാൾ എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബ്രേക്കപ്പ് ചെയ്തു എന്നുള്ള ഒരു സംഭവം അവിടെ നിൽക്കില്ല. ഈ ഒരു ഓഡിയോ ക്ലിപ്പിങ്ങുകൾ പ്രചരിപ്പിച്ചിട്ട് നീതി വാങ്ങിച്ചെടുക്കാം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന നീതി വാങ്ങിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല. ഇനിയിപ്പം ചില ആളുകൾ പറയും, ഡോക്ടർ ഉവൈസിൻ്റെ കേസിൽ അദ്ദേഹത്തെയും അങ്ങനെയാണെങ്കിൽ വെറുതെ വിടണമെന്നുള്ളത്. അവിടെ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു കാര്യം ചോദിച്ചു എന്നുള്ളതിന് സാക്ഷിമൊഴികൾ ധാരാളമായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ വിവാഹം ഉറപ്പിക്കുന്ന ഒരു ചടങ്ങിൽ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്കും ഇവർ അങ്ങടേക്കുമൊക്കെ പോയ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതെല്ലാം തെളിവായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ സ്ത്രീധനം എന്ന് പറയുന്ന സ്ത്രീധന നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു സംഗതിയാണ്. അല്ലാതെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിന് മാത്രമായിട്ട് ഡോക്ടർ ഷെഹാന ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഉവൈസ് ഇപ്പോൾ തന്നെ സിമ്പിളായിട്ട് പുറത്തേക്ക് പോയനും. അങ്ങനെ ഒരു കേസ് തന്നെ അവിടെ വരില്ലായിരുന്നു. അതവിടെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട വിവാഹത്തിനോട് അടുത്ത് നിന്നിട്ട് ആ ഒരു ഡിസ്കഷനുമായി ബന്ധപ്പെട്ട ചില സംഗതികളാണ്. ഇവിടെ ഈ 3 വർഷത്തെയും 2 വർഷത്തേക്ക് കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓഡിയോ ക്ലിപ്പിങ്ങുകൾ പുറത്തു വിടുമ്പോൾ ഉള്ള പ്രശ്നമാണ്. എല്ലാം കൂടി നോക്കുന്നുണ്ടല്ലോ, നീ ട്രൈ ചെയ്യുന്ന എനിക്ക് എന്തായാലും പറ്റും, എനിക്ക് എന്തായാലും പറ്റുന്നില്ല. പക്ഷേ ഈ അക്ഷരല്ലേ അവളുടെ പേര്, അക്ഷര വേറെ പേരുണ്ടല്ലോ, ഗാദു, മിഥുവിന്റെ ഗാദു എന്ന് പറയുന്ന പൊന്നുമോളെ, നീ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. പെണ്ണിന്റെ മുഖമുള്ള പെണ്ണെ എന്ന് നിന്നെ വിളിക്കാൻ എനിക്ക് കഴിയില്ല. രക്തമൂറ്റി കുടിക്കുന്ന ഇതുപോലെ പെണ്ണിന്റെ പേരുള്ള ഒരുപാട് കഴിവുള്ള മക്കളുള്ള നാടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്കൊരു അമ്മയുണ്ട്, പെങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, കൂട്ടുകാരികളുണ്ട്. ഇതേപോലെ ബോധമില്ലാത്ത മാധ്യമപ്രവർത്തകർ മാത്രമേ ഇത്തരത്തിൽ ഈ ഒരു വാർത്തയോട് പ്രതികരിക്കത്തുള്ളൂ. വേറെ മാധ്യമപ്രവർത്തകർ ഇതിനകത്തേക്ക് ഇറങ്ങാത്തതിൽ നിങ്ങൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു സംഗതികളൊക്കെ മിനിമം ബോധമുള്ള ആളുകൾക്ക്, ഇത് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട ചില സംഗതികളാണ്, ബോധമുള്ള ആളുകൾക്ക് അറിയാവുന്ന സംഗതി ആയതുകൊണ്ട് അവർക്ക് ഇതിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആരോപണമാണ്, ഫേക്ക് അലിഗേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് നൽകില്ല. പല കോടതികളും അതിനെക്കുറിച്ചിട്ട് വളരെ ബ്രോഡായിട്ട് ഉള്ള ഒരു അനാലിസിസ് ആണ് നടത്തുന്നത്. ഇപ്പം കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ, രാമേന്ദ്രൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയോ കണ്ടൊരു കേസുണ്ട്, ഹൈക്കോർട്ടിലെ ഒരു കേസുണ്ട്. അപ്പോൾ അതിലും ഈ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ആ ഒരു ആരോപണം നിലനിൽക്കില്ലാത്തതുകൊണ്ട് വെറുതെ വിട്ടു എന്നുള്ളതൊക്കെയാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. അപ്പം അതും അങ്ങനെ നിൽക്കില്ല. അപ്പോൾ ഇതാണ് ഇതിനകത്തെ സംഗതികൾ. ഈ റിലേഷൻഷിപ്പുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വരുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വൈകാരികമായിട്ട് സമീപിക്കില്ല. നമ്മൾ റിലേഷൻഷിപ്പ് കാര്യങ്ങളെ വൈകാരികമായിട്ടാണ് സമീപിക്കുന്നത്. എന്നാലും അവിടെ അങ്ങനെ ഒരു പരിപാടിയില്ല. ഈ ഡൊമസ്റ്റിക് വയലൻസ് കേസുകളിലൊക്കെയാണ്, ഫാമിലി കോർട്ട് കേസുകളിലൊക്കെയാണ് പിന്നെ ജെൻഡർ ബയാസ്ഡ് ആയിട്ടുള്ള ചില അട്രോസിറ്റീസ് ഒക്കെ നടക്കുന്നതും കുറേയധികം ചേട്ടന്മാർ പെട്ട് ഭണ്ടാരം ഉണങ്ങി പോകുന്നതും. ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ നാട്ടുകാരുടെ സമൂഹ കോടതിയിൽ കിടന്ന് കറങ്ങും, നാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് നാറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് വലിയ സംഗതിയൊന്നും ഇല്ല. 10 ദിവസം കഴിഞ്ഞു. ഇത് തിരിച്ചായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനു മുൻപ് റിമാൻഡിലാവുമായിരുന്നു. പെൺകുട്ടിയാണ് മരിച്ചിരുന്നെങ്കിൽ
ഇത് ഇത്രയും ദിവസമായിട്ട് അതുകൊണ്ട് മാത്രമാണ് ഇന്ന് നൂറുകണക്കിന് ആളുകൾ ഒരു ഫോൺ കോൾ മാത്രം വിളിച്ച് ഒരു മെസ്സേജിൽ കൂടെ മാത്രം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇത് തിരിച്ചാണെങ്കിലും പ്രേമ നൈരാശ്യം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓഡിയോ ക്ലിപ്പിങ്ങുകളും കാര്യങ്ങളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ അറസ്റ്റൊന്നുമില്ല. ജനവികാരം കൂടുതലാണെന്നുണ്ടെങ്കിൽ പോലീസ് പേരിനൊരു അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതല്ലാതെ ഇതെല്ലാം ജനവികാരത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന സംഗതിയാണ്. മുഖം രക്ഷിക്കാൻ വേണ്ടി പലപ്പോഴും അല്ലെങ്കിൽ പെട്ടെന്ന് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്താലും കോടതിയിൽ ആ ഒരു കേസൊന്നും നിൽക്കത്തൊന്നുമില്ല. നിങ്ങൾ ഒരു ആൺകുട്ടിയാണ്, നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്കപ്പ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നു, അങ്ങനെ പറഞ്ഞ സമയത്ത് നിങ്ങളുടെ കാമുകി ആത്മഹത്യ ചെയ്തു, നിൽക്കില്ല. കോടതിയിൽ കേസൊന്നും നിൽക്കില്ല. കാരണം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കോൺട്രാക്റ്റ് അല്ല, അതൊരു കോൺട്രാക്റ്റ് ആയിട്ട് തന്നെ കോർട്ടിൽ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു കോൺട്രാക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ, കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, എന്താ പറയുന്നത്, ലോ ഓഫ് ടോട്ടോ. അപ്പം ആ ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നതിനകത്ത് കുറേ സംഭവമുണ്ട്. അത് ബ്രേക്ക് ചെയ്യുന്നത് അത് വേറെ സംഭവമാണ്. ഈ പറയുന്ന റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലൊന്നും അത് വർക്കാവില്ല. ഈ സംഭവത്തോട് കൂടിയിട്ടെങ്കിലും ഇതൊരു മാറ്റം വരണം. ഈ സംഭവത്തോട് കൂടിയെങ്കിലും നമ്മുടെ ക്യാമ്പയിന്റെ പേരെന്താണ്? ജസ്റ്റിസ് ഫോർ മിഥുമോഹൻ. തീർച്ചയായിട്ടും ഈ ഒരു സംഭവത്തോട് കൂടിയെങ്കിലും ഇനി ആണിനും തുല്യമായിട്ടുള്ള നീതി ലഭ്യമാകണം. കേവലം കടലാസിലല്ലാതെ തുല്യമായിട്ടുള്ള നീതി. ഈ ഒരു സംഭവത്തോടെ നമുക്ക് എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റും? ആൻറ്റി ബ്രേക്കപ്പ് ലോ എന്ന് പറയുന്ന ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത അളന്നിട്ട് ഇത്ര ആത്മാർത്ഥതയുള്ള ആളുകളുടെ പ്രണയത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറരുതെന്നോ, അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളുകൾ ഒരിക്കലും പ്രണയത്തിൽ നിന്ന് പിന്മാറരുതെന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിയമം കൊണ്ടുവരാനായിട്ട് പറ്റുമോ? അത് പ്രാക്ടിക്കലാണോ? അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആകെയുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ ചില കാര്യങ്ങൾ തിരുത്താൻ ഉദ്ദേശിക്കുകയാണ്. എല്ലാവർക്കും പറ്റുന്ന ഒരു പരിപാടിയല്ല പ്രണയം എന്ന് പറയുന്നത്. അത് അതിൻ്റെ ആ ഒരു കാൽപ്പനിക ഭാവത്തിൽ ആസ്വദിക്കാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. നിങ്ങളവിടെ ഒരു കോൺട്രാക്റ്റ്, സ്ട്രിക്റ്റ് റൂൾസ്, മാരേജ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, റിലീജിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്ട്രിക്റ്റായിട്ട് അതിനെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ച് അതിൻ്റെ എൻ പ്രൊഡക്റ്റിലേക്ക് ഒരാൾ ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം പ്രാക്ടിക്കലാവുമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാനസിക അവസ്ഥയെക്കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ട് മാത്രം പ്രണയം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് പോവുക. കാരണം പ്രണയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇതുപോലുള്ള കുറേ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരും. പെണ്ണാണ് എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു കേസിലേക്ക് നിങ്ങൾ പോകാൻ വേണ്ടി സമൂഹം മുഴുവൻ ഒന്നിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആണാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ആളുകൾ ആരോപിക്കുന്നത് പോലെ തന്നെ നിയമ സംവിധാനം നിങ്ങളെ ആദ്യം തന്നെ എടുത്തകത്തിടും. അപ്പോൾ ഈ ഒരു പണി വേണോ എന്നുള്ളത് ആലോചിച്ചിട്ട് മാത്രം ഡിസിഷൻ എടുക്കുക. ഇപ്പോൾ തീരെ വീക്കായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള, പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റൊന്നുമല്ല. ഓരോ ആളുകൾ ഓരോ തരമല്ലേ. അപ്പോൾ പ്രണയത്തിൽ നിങ്ങൾക്ക് ചില പിടിവാശികളുണ്ട്. നിങ്ങൾ പത്നി വ്രതത്തിലുള്ള ആളാണ്, ഒരാളെ മാത്രമേ പ്രണയിക്കുകയുള്ളൂ, ലൈംഗികതയെ നോക്കിക്കാണുന്നതിന് സ്ട്രിക്റ്റ് റൂൾസ് നിങ്ങൾക്കുണ്ട്, അപ്പം ആ പ്രണയിക്കുന്ന ആളോട് തന്നെ ജീവിക്കണം എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ടഫാണ്. അപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ പഠിച്ച് നിങ്ങൾക്ക് കണ്ടെത്തി തരുന്ന ഒരാളിൽ നിങ്ങൾ തൃപ്തിപ്പെടുന്നതാണ് നല്ലത്. അപ്പോൾ അതേപോലെ തന്നെയുള്ള ഒരാൾ, അതിൽ നിന്ന് ഒരിക്കലും പുറത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരാൾ കണ്ടെത്തി ജീവിക്കുന്നതാണ് നല്ലത്. പ്രണയം എന്ന് പറയുന്നത് ഈ രീതിയിൽ നിങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടപടിയാവുന്നൊരു സംഗതിയല്ല. അതുകൊണ്ട് ഞാൻ ആരെയും പ്രണയിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കത്തില്ല. കാരണം പ്രണയമാണ്, മനുഷ്യനാണ്, മറ്റൊരു മനുഷ്യനാണ്, അയാൾ ചിലപ്പം പോകാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രണയമാണ്, ആരോട് വേണമെങ്കിലും തോന്നാം. നിങ്ങൾ ഒരാളെ പ്രണയിക്കുകയാണ്, നിങ്ങളുടെ കാമുകി, അയാൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഇൻ ഫ്യൂച്ചർ വരാൻ സാധ്യതയുണ്ട്. അതിനെ പേടിക്കുന്ന ആളുകൾ റിലേഷൻഷിപ്പിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാരണം വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നതല്ലേ എപ്പോഴും നല്ലത്. വരത്തില്ല എന്ന് ഉറപ്പിച്ചിട്ട് പിന്നെ ആത്മഹത്യയിലേക്ക് പോകേണ്ട ആവശ്യം എന്താണ്? അപ്പം വന്നില്ലെങ്കിൽ ഓക്കെ, വന്നാൽ അതിനനുസരിച്ചിട്ട് ഉള്ള നടപടികളിലേക്ക് പോകണം. അതൊക്കെ നടക്കേണ്ടതാണ്. വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരല്ലേ, നമ്മളെപ്പോലെ അല്ലല്ലോ ഒരാൾ ഒരിക്കലും വേറൊരാൾ. നമ്മളുടെ അമ്മ നമ്മളെ നോക്കുന്നത് പോലെ ഭാര്യ നോക്കണമെന്ന് നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല. അത് വേറെ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന വേറൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പൊക്കെ നിങ്ങൾക്കും ചിലപ്പോൾ വേറെ ഒരാളോട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാക്സിമം ഏർലി അത് പറഞ്ഞൊഴിവാകാനായിട്ട് നോക്കുക. അവിടെ പറയാനായിട്ടുള്ളൊരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരാളത് കണ്ടെത്തുന്ന അവസ്ഥയിലേക്കൊക്കെ വരുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പകയും വലിയ വിഷമവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു റിസ്കിലേക്ക് പോകണം വേണ്ടോ എന്നുള്ളത് ആലോചിച്ചിട്ട് മാത്രം റിലേഷൻഷിപ്പിലേക്ക് ഇറങ്ങുക. പക്ഷേ ഈ പെൺകുട്ടിക്കെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ബർത്ത്ഡേക്ക് ഐഫോണാണ്, 60,000 രൂപയുടെ ഐഫോണാണ് വാങ്ങിച്ചു കൊടുത്തത്. 80,000 രൂപയുടെ ഐഫോണാണ് വാങ്ങി കൊടുത്തിരിക്കുന്നത് ഇയാൾ. ലാപ്ടോപ്പ്, സ്വർണം, പിന്നെ വേറെ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളാണ്. ഞാൻ ആ വീട്ടിൽ ഇന്നലെ പോയിരുന്നു. നിങ്ങൾ ഒരു കാര്യത്തിന് കേസുമായിട്ട് പോകാനായിട്ട് ഉറപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള തെളിവുകൾ ഒരിക്കലും പുറത്തേക്ക് വിടാതിരിക്കുക. ഈ ഒരു മണ്ടൻ അവിടെ ചെന്നിട്ട് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ അത് നിലനിൽക്കുമോ? ട്യൂഷൻ അവിടെ ആരോപിക്കാനായിട്ട് പറ്റുമോ? ഇതുപോലുള്ള മണ്ടന്മാരെ ഈ തെളിവുകൾ എടുത്ത് കാണിക്കാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ശരികളല്ലേ, ഒരാളെ പെടുത്താനായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു തെളിവുകളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് യൂസ് ചെയ്യുക. അത് പുറത്തേക്ക് വിട്ടതുകൊണ്ടുണ്ടായ ഒരു സംഭവമാണിത്. പിന്നെ വേറൊന്ന് പറഞ്ഞാൽ തെളിവുകൾ ഉണ്ടാവണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്.
ഈ മരണമൊഴി അവിടെ ഈ യുവാവ് മരണമൊഴി എഴുതി വെച്ചിരിക്കുകയാണ്. ആ മരണമൊഴി ആ പേപ്പർ തന്നെ അവന്റെ കണ്ണുനീര് വീഴുന്നിട്ട് മഷി എന്താ പറയുക ഇത് കലങ്ങിയിരിക്കുകയാണ്. ആ രീതിയിലിരിക്കുന്ന ഈ മരണമൊഴിക്ക് അപ്പുറം എന്ത് തെളിവാണ് വേണ്ടത്? ആത്മഹത്യാക്കുറിപ്പിനെ ഒരു മരണമൊഴിയായിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മരണമൊഴി രേഖപ്പെടുത്തുന്നത് വേറെ 1-2 കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ്. അതിനെക്കുറിച്ചിട്ട് ആധികാരികമായിട്ടൊക്കെ അഡ്വക്കേറ്റുകൾക്കൊക്കെ ആയിരിക്കും പറയാനായിട്ട് സാധിക്കുക. മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ, പോലീസിൻ്റെ സാന്നിധ്യത്തിൽ, ഡോക്ടറുടെ സാന്നിധ്യത്തിൽ, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആ ഒരു രീതികൾ. അപ്പോൾ ഈ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഗതിയെ മരണമൊഴിയായിട്ട് എടുക്കുമോ എന്നുള്ള തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ എടുക്കാൻ സാധ്യതയില്ല. ഇതിനകത്ത് ആദ്യം തന്നെ ഉള്ള ഒരു സംഗതി ഉണ്ടല്ലോ, പ്രേമ നൈരാശ്യം എന്ന് പറയുന്ന ഒരു സാധനം കിടപ്പുണ്ടല്ലോ. റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥയിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഇന്ത്യയിൽ ആകമാനം കോടതികൾ വളരെ ക്രൂഷ്യലായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. അതിന് താൻപൺ വേർതിരിവുകളൊന്നുമില്ല. ഒത്തിരിയധികം കേസുകൾ ഇങ്ങനെ ഇതിൻ്റെ കൂടെ ഞാൻ വായിച്ചാണ്, നിങ്ങൾക്ക് വായിക്കാനായിട്ട് അവൈലബിൾ ആണ്. ഫേക്ക് കേസുകൾ, പുരുഷന്മാർക്കെതിരെ പലപ്പോഴും പീഡന ആരോപണങ്ങൾ, ഗാർഹിക പീഡന ആരോപണങ്ങളൊക്കെ ധാരാളമായിട്ട് വരാറുണ്ട്. അപ്പോൾ അവരെ ജെന്യുവിനായിട്ട് സഹായിക്കണമെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അറിവുള്ള ആളുകളെ അതിൻ്റെ തലപ്പത്തേക്ക് പ്രതിഷ്ഠിക്കുക. ഇതുപോലുള്ള മണ്ടന്മാർ പുറത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധ്യത ഇല്ലാണ്ടായിപ്പോകും. നിയമ സംവിധാനത്തിന് വേണ്ടത് തെളിവുകളാണ്. കണ്ണ് കെട്ടി വെച്ചേക്കുന്നുണ്ടില്ലേ, അവർക്ക് വികാരമൊന്നും കാണാൻ പറ്റില്ല, തെളിവുകളാണ്. അതങ്ങനെയാണ് വേണ്ടത്. അത് കറക്റ്റ് ഫോമിലാണ് നമ്മുടെ നിയമ സംവിധാനം പോകുന്നത്. ചില ഭേദഗതികൾ വരുത്തിയാൽ മതി. ഇപ്പം പുരുഷന്മാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ, റേപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഭാരതീയ ന്യായ സംഹിതയിലേക്ക് വരുമ്പോഴത്തേന് ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്ന ഒരു കാര്യമൊക്കെ ഭേദഗതി വരുത്താൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ കുറേയധികം മാറ്റങ്ങൾ വരും. അപ്പോൾ നമ്മൾ കുറച്ച് അറിവുള്ളവരായിട്ട് ഇതിനെ സമീപിച്ചെങ്കിൽ മാത്രമേ നീതി എന്ന് പറയുന്ന ഒരു സംഗതി കിട്ടത്തുള്ളൂ. കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്ത് നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകളെല്ലാം അങ്ങോട്ട് കൊണ്ടേ കൊടുത്തിട്ട് നീതി വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ കണ്ടന്റ് ജനറേഷൻ മാത്രമേ നടത്തത്തുള്ളൂ. ഞാൻ അടക്കമുള്ള ആളുകൾ വെറുതെ ടോപ്പിക്കായിട്ട് പ്രസൻറ്റ് ചെയ്യത്തേ ഉള്ളൂ. ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങളൊരു കേസിനെ കേസായിട്ട് സമീപിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സംഗതികൾ പുറത്തേക്ക് വിടാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി.